ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരുപാട് ഉപയുക്തമായ വീഡിയോകളായിരിക്കും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾക്ക് മുമ്പ് അർജുൻ ഒരു വലിയ വൻ അപകടത്തിൽപ്പെട്ട് അർജുനൻ്റെ മൃതശരീരത്തിനായി ഏകദേശം 71 ദിവസങ്ങളുടെ തിരച്ചിലുകൾക്ക് ശേഷമാണ് അർജുനൻ്റെ മൃതശരീരം കേരളത്തിലെത്തിയത്. ഇതിൻ്റെ പിന്നാലെയൊക്കെ കഠിനാധ്വാനങ്ങൾ ചെയ്ത് ഇതിൻ്റെ പിന്നാലെ ശ്രമിച്ച മനാഫാണെന്ന് കുറ്റവാളിയായി സോഷ്യൽ മീഡിയയിൽ തല ഉയർത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനാഫ് അവനക്ക് അവൻ്റെ വഴിയിലൂടെ പോകാമായിരുന്നു. എന്നിട്ടും അർജുനൻ്റെ മൃതശരീരം കേരളത്തിലേക്ക് എത്തണമെന്ന ആ ഒരു വാശിയോടെയാണ് മനാഫ് അവിടുന്ന് അങ്കോല വിട്ട് പോകാത്തത്. 71 ദിവസത്തിൻ്റെ തിരച്ചിലുകളും മനാഫിൻ്റെ ഓരോ ദിവസത്തിൻ്റെ കണ്ണുനീരായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനാഫിൻ്റെ കൂടപ്പറപ്പല്ല അർജുൻ. ഒരേ ഉമ്മാൻ്റെ പള്ളയിൽ കിടന്ന് വളർന്ന ആളല്ല അർജുൻ. മറിച്ച് തൻ്റെ അടിമയെപ്പോലെ എന്നല്ലെങ്കിലും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അർജുന്. എന്നാലും സ്നേഹം കൊണ്ടും അവിടത്തോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് മനാഫ് ഇത്രയും അധികം അർജുനനെ സ്നേഹിച്ച് അർജുനന് വേണ്ടി കഷ്ടപ്പെട്ടത്. മൃതശരീരം അങ്ങ് കേരളത്തിലേക്ക് എത്തലോടെ മനാഫ് ഒരു കുറ്റവാളിയായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെയും കണ്ണു നിറയ്ക്കുന്ന വാക്കുകളായിരിക്കും. നാം കണ്ട കാഴ്ചകളൊക്കെ ഓരോ മനുഷ്യനും അവനവൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി, മനാഫ് ഇവിടെ കുറ്റവാളിയാണോ എന്ന്. ഒരിക്കലുമല്ല. മനാഫ് വല്ല ഫണ്ടുകളും ശേഖരിച്ചോ? അത്രയും ആളുകളുടെ മുമ്പിൽ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ വീക്ഷിക്കുന്ന വീഡിയോകളുടെ മുമ്പിൽ, ക്യാമറകളുടെ മുമ്പിൽ ഞാൻ അർജുനന് വേണ്ടി എന്തെങ്കിലും ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കിയതിൻ്റെ തെളിവ് കൊണ്ടുവന്നാൽ എന്നെ നിങ്ങൾ റോഡിൻ്റെ നടുവിലിട്ട് എറിഞ്ഞു കൊല്ലുക എന്ന് വെല്ലുവിളിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർജുൻ അങ്ങനെ മനാഫ് അങ്ങനെ ചെയ്തിരിക്കുമോ? ഫണ്ട് കളക്ഷൻ നടത്തിയിരിക്കുമോ? ഒരിക്കലുമില്ല. യൂട്യൂബ് എന്നുള്ളത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് മനാഫിനുണ്ടായിരുന്നു. അതിൻ്റെ പേര് മാറ്റിയെന്ന് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് വാർത്തകൾ അറിയിച്ചു കൊടുക്കാനായിരിക്കും മനാഫ് ഇത്തരം യൂട്യൂബിലൂടെ ലൈവിട്ടതും. അതല്ലാതെ മനാഫ് അവിടെ നിന്ന് സംസാരിച്ച വീഡിയോകൾ അപ്ലോഡ് ചെയ്തതും അല്ലാതെ പണത്തിൻ്റെ ആവശ്യം കൊണ്ടായിരിക്കില്ല. കാരണം വലിയ വലിയ ഫ്ലാറ്റുകളും ഹോട്ടലുകളും 7ഓളം വരുന്ന വണ്ടികളും മനാഫിനിക്കുണ്ട് എന്നല്ലേ നമുക്കൊക്കെ അറിയാൻ സാധിച്ചത്. മനാഫ് അന്നും ഇന്നും പറയുന്നത് അർജുനൻ്റെ കുടുംബം എൻ്റെ കുടുംബം പോലെയാണ്, അർജുനൻ്റെ മക്കൾ എൻ്റെ മക്കളാണ് എന്നാണ് മനാഫ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല, അർജുൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ലോറിയുടെ അർജുനൻ്റെ ഓർമ്മക്കായി എൻ്റെ എല്ലാ ലോറികളുടെ പേരും അർജുനാക്കി മാറ്റുമെന്ന് വെറുതെയല്ല പറഞ്ഞത്, സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം ഇന്ന് ആർക്കാ ഉള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം അങ്ങോട്ട് കാണിച്ചതിൻ്റെ പേരിൽ തിരിച്ച് സ്നേഹമാണ് കാണിക്കേണ്ടത്. ഇവരുടെ വിരുദ്ധമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനാഫ് ഒരു കുറ്റവാളിയായി മാറിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇതിൽ ഒരുപാട് വീഡിയോസുകൾ വരും. വീഡിയോയുടെ ലെങ്ത്ത് ഒരു 4 മിനിറ്റ് ആയി. മറ്റുള്ളവർക്കൊക്കെ വീക്ഷിക്കാൻ ചെറിയ മടികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനാഫിന് ഇഷ്ടമുള്ളവർ, മനാഫിന് വേണ്ടി ഒരു പോരാട്ടം പോലെയാണ് ഈ വീഡിയോ ഇട്ടത്. മനാഫിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സത്യമങ്ങ് മനസ്സിലാക്കി കൊടുക്കുക. താങ്ക് യു. ഇനിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. തെളിവൊന്നുമില്ലാണ്ട് വെറുതെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുക. ആള് ഒന്നുമല്ല, ഇതൊരു ഈഗോ പ്രശ്നമാണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈഗോ പ്രശ്നം. കാരണം എല്ലാ ക്രെഡിറ്റും ഈ മനാഫ് കൊണ്ടുപോകുന്നത്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, നമ്മൾ പൊട്ടന്മാരൊന്നുമില്ല കേട്ടാ, നമ്മളും അരി ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ,
സത്യത്തിൽ ഈ മനാഫ് ചെയ്ത തെറ്റെന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അതോ അയാൾ ഇത്ര നാളും ഇവരൊന്നും പറയാതെ ഈ 71 ദിവസം അവിടെ കിടന്ന്, അപ്പോൾ ആ സമയത്ത് ഇവരുടെ